നമസ്കാരം അമേരിക്ക. അമേരിക്ക ഈസ് ബാക്ക്, ഡിപ്ലോമസി ഈസ് ബാക്ക്, ബിൽഡ് ബാക്ക് ബെറ്റർ. ഈ ആഹ്വാനങ്ങളൊക്കെ ചെയ്താണ് അമേരിക്കൻ ജനതയ്ക്ക് മുന്നിലേക്ക് ജോ ബൈഡൻ അധികാരത്തിലേറിയത്. ജനുവരി 20 ഒരു വർഷം പൂർത്തിയാകുന്നു. വൈറ്റ് ഹൗസിലെ 365 ദിവസങ്ങൾക്ക് ശേഷം ബൈഡൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് 2 മണിക്കൂറിലേറെ. അത്രയേറെ പറയാനുണ്ടായിരുന്നു ജോ ബൈഡന്. ഊന്നി പറഞ്ഞത് 3 കാര്യങ്ങൾ. 2024 തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടിയാൽ കമലാ ഹാരിസും ഒപ്പമുണ്ടാവും. അഫ്ഗാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ മാപ്പ് പറയില്ല. യുക്രൈനിലെ റഷ്യൻ ഇടപെടൽ അതിരുകടന്നാൽ റഷ്യ വലിയ വില നൽകേണ്ടി വരും. 3 കാര്യങ്ങളും ജോ ബൈഡൻ അനുകൂലികളും വിമർശകരും എടുത്തിട്ട് വിശകലനം ചെയ്തു. പറഞ്ഞ് 24 മണിക്കൂർ തികയും മുൻപ് റഷ്യയോട് പറഞ്ഞത് വിഴുങ്ങുകയും ചെയ്തു ജോ ബൈഡൻ. ഇത് ബൈഡന്റെ വാദങ്ങൾ. വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ബൈഡന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന തിരക്കിലാണ്. അവർക്കുമുണ്ട് കണ്ടെത്തലുകൾ. വർഷം 1 കഴിയുമ്പോൾ ജോ ബൈഡന്റെ ജനപ്രീതിയിൽ വലിയ ഇടിവ്. റേറ്റിംഗ് ചാർട്ടുകളിൽ പിന്നിലായി. ഏറെ വാഗ്ദാനങ്ങളുമായി എത്തിയ ബൈഡൻ അതിലേറെ പരാജയം എന്ന് വേണ്ട. വിമർശകർക്കും വാക്കുകൾക്കൊരു പഞ്ഞവുമില്ല. സർവേകൾ പ്രകാരം 41% ഇപ്പോൾ ബൈഡനെ പിന്തുണയ്ക്കുന്നത്. ട്രംപിന് 1-ാം വർഷം കഴിഞ്ഞപ്പോൾ ജനപ്രീതി 40%. ഒരു വർഷത്തിന് ശേഷം ബറാക് ഒബാമയുടെ പിന്തുണ 57%, ജോർജ് ബുഷിന്റേത് 68%, ബിൽ ക്ലിന്റന്റേത് 49%. ട്രംപിന്റെ കാലത്തെ 4,35,094 കോവിഡ് മരണങ്ങളുടെ സ്ഥാനത്ത് 4,44,590 കോവിഡ് മരണങ്ങൾ. സാമ്പത്തിക രംഗത്തും പ്രശ്നങ്ങൾ. കോവിഡ് മാനേജ്മെന്റ് അമ്പേ പരാജയം. ഇതൊക്കെ കണക്കുകൾ നിരത്തി പറയുന്നവരുണ്ട്. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ബൈഡൻ at 1. നോക്കാം ബൈഡൻ അനുകൂലികളും ട്രംപ് അനുകൂലികളും എന്തു പറയുന്നു. ഇന്നത്തെ എന്റെ അതിഥികൾ: വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റ്, സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ഓഫ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് വെർജീനിയ ആൻഡ് IT ആൻഡ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ. ചെറിയാൻ ജേക്കബ്, ഡെമോക്രാറ്റ് സപ്പോർട്ടർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് IT എന്റർപ്രണർ. Tom George Collett, National Award-winning filmmaker, founder and president of Keltron Tax Corporation, New York. വിശാൽ ചെറിയാൻ, IT പ്രൊഫഷണൽ ആൻഡ് ഡെമോക്രാറ്റിക് പാർട്ടി മെമ്പർ. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ ടോം ജോർജ് കോലത്തിലേക്ക്. ടോം, കഴിഞ്ഞ പ്രസിഡന്റ് ഇലക്ഷന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഈ ഡെമോക്രാറ്റ്സ് അപ്പോൾ പറഞ്ഞത് ട്രംപ് എന്തോ കുഴപ്പക്കാരനാണ്, ബൈഡൻ വരും, എല്ലാം ശരിയാകുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു, ജനുവരി 20. എല്ലാം ശരിയായോ അമേരിക്കയിൽ? കലവറയില്ലാതെ അമേരിക്കയെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രസിഡന്റ് ട്രംപ്. ഇപ്പം ഇന്ന് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരോഹണം ചെയ്യപ്പെട്ടതിന് ശേഷം. ഇന്ന് വരെ ഒരു നല്ല കാര്യം ബൈഡൻ ചെയ്തു? എനിത്തിങ്, ഈവൻ വൺ സിംഗിൾ തിങ്? ഹി ഈസ് എ ടോട്ടലി ഫെയിലിയർ. ഈവൻ സെൻസിബിൾ ആയിട്ടുള്ള ഡെമോക്രാറ്റ്സും അല്ലെങ്കിൽ എനി ലിബറൽസ്, about 90% of the Democrats believed at this point that Trump was a better option. കാരണം US എക്കോണമി ആണെങ്കിൽ നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഗ്യാസ് പ്രൈസ് ഫോർ എക്സാമ്പിൾ, ട്രംപ് ഉള്ള സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് $1.98. ഐ എം ബേസ്ഡ് ഇൻ ന്യൂയോർക്ക്. ഗാലന്റെ റേറ്റ് ആണ്. ഇന്നിപ്പം ഏകദേശം $4 ആണ്, മേ ബി മോർ ദാൻ $4. ഫോറിൻ പോളിസി, ബോർഡർ സെക്യൂരിറ്റി, you name it. In Afghan refugee issues, even Kamala Harrisum, Bidenum, they are on the 2 different pages. You cannot even say even one single thing Biden has done so far. ഇപ്പം നോക്ക്, ഫോർ എക്സാമ്പിൾ, ബൈഡൻ എങ്ങനെയാണ് പ്രസിഡന്റ് ആയെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊരു $20 ഒരു ചെക്ക് ക്യാഷ് ചെയ്യാൻ ബാങ്കിൽ പോകണമെങ്കിൽ we need to give them 2 IDs. One is driver's license, one is another ATM card. നേരെ മറിച്ച് ഒരു വോട്ട് ചെയ്യണമെങ്കിൽ you don't need any ID. മെയിലിംഗ് വോട്ടിലൂടെയും ഇങ്ങനെ ID ഇല്ലാതെ വോട്ട് ചെയ്തിട്ടാണ് ബൈഡൻ ഇങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത്. അദ്ദേഹത്തിന് തന്നെ ഇന്ന് മനസ്സിലായിട്ടുണ്ട്, ലിസൺ, ഐ എം നോട്ട് ഫിറ്റ് ഫോർ ദിസ് പൊസിഷൻ. ഒരു US പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ you will see the waves all around the world. അദ്ദേഹം ഒരു ഫോറിൻ ട്രിപ്പ് പോവുകയാണെങ്കിൽ, now we don't know that we have a president here. He is simply a പ്രസിഡന്റ്. നെയിം സേക്കിന് ഒരു പ്രസിഡന്റ് ഉണ്ടെന്ന് മാത്രമല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഇപ്പം നമ്മള് ട്രംപിനെ കുറിച്ച് ഇപ്പൊ പലരും കുറ്റം പറയുകയുണ്ട്. ഇപ്പം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ട്രംപ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് മാൻ, വാട്ട്,
അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് 4 years നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് we definitely understood what he has done for the country. ഇപ്പം അതില്ലാത്തത് കൊണ്ടാണ് ഇപ്പം നമുക്ക് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രംപിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് he was a businessman. He loved this nation more than anyone else. അപ്പം അതുകൊണ്ടാണ് നമുക്കൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. കേട്ടല്ലോ ഇപ്പോ ടോം പറഞ്ഞത്, മലപ്പുറം കത്തി അമ്പും വില്ലും ഒടുവിൽ പവനായി ശവമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രാണനെ പോലെ അമേരിക്കയെ സ്നേഹിച്ച ട്രംപ് എന്ന നല്ല മനുഷ്യന് പകരം ഇപ്പോൾ ഒരു പ്രസിഡന്റ് ഇല്ലായ്മയാണ് അമേരിക്കയിൽ ഫീൽ ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത്. താങ്കൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കിംഗ് പ്രസിഡന്റ് ആണ്. ഞങ്ങൾക്കൊരു ജോക്കറെ അല്ല ആവശ്യമുള്ളത് വൈറ്റ് ഹൗസിലെ, ഹു ഈസ് റെഡി ടു ഡു തിങ്സ് വാട്ട് ദ പീപ്പിൾ വാണ്ടഡ്. ആൻഡ് ബറാക് ഒബാമ ആൻഡ് ജോ ബൈഡൻ, ദേ വെർ കമ്മിറ്റഡ് പീപ്പിൾ. നിങ്ങൾ നോക്ക്, ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്നാണ് ക്രിസ്തു പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ബൈഡനെ നോക്ക്, അല്ലെ ഒബാമയെ നോക്ക്, എന്താ ചെയ്തിരിക്കുന്നത്. ഒബാമയുടെ ഫസ്റ്റ് ഇയറിൽ അയാൾ പറഞ്ഞു 2 കാര്യങ്ങൾ പറഞ്ഞു. അതായത് I will bring a healthcare package for all Americans. So he come out with a signature legislation called Affordable Care Act for all the people. And he said, എന്റെ വാച്ചില് ഈ ബിൻ ലാദൻ എന്ന് പറയുന്ന ആളെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞു 2 വർഷത്തിനകത്ത് അയാളത് ചെയ്തു. സോ he promised. അമേരിക്കൻ ഇവിടെ ഇപ്പോൾ ഇവർ 2 പേരും ഇൻഹെറിറ്റ് ചെയ്തത് ഒരു വെരി ബാഡ് എക്കോണമിയാണ്. അതായത് 2008 സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾ അറിയാം. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ക്രൈസിസിലെ മൊത്തം ലോകം തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ he rescued. He had a bold commitment. ഒരു ഡെമോക്രാറ്റ്സ് ചെയ്യരുതാത്താണ്, പക്ഷെ they did it. They helped. They bring our economy back. They brought our auto industry. They make sure that this kind of bad deals are not happening in the financial sector. So financial sector അവർ കറക്റ്റ് ആയിട്ട് ലെജിസ്ലേഷൻ കൊണ്ടുവന്നു. അപ്പൊ ഈ രീതിയിൽ they brought accountability, responsibility into the system. They made things working. ഇപ്പോൾ ബൈഡൻ വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈം ഇതുപോലൊരു ക്രൈസിസ് 4 വർഷം ഇരുന്ന് ഈ പ്രസിഡന്റ് എന്തോന്ന് ഭരിച്ചു എന്ന് നമ്മളിപ്പോ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ he brought the American Rescue Plan, almost $1.9 trillion. അത് കൊണ്ടുവന്നുകൊണ്ടാണ് ഇവിടെ പലരും ഇവിടെ കഞ്ഞി കുടിച്ചു പോകുന്നത്. അതേപോലെ തന്നെ he brought in first year itself he brought the best infrastructure deal for America. ഈ ലോകത്ത് അവിടെ വാൾ ഉണ്ടാക്കാൻ പോയ നേരത്തിന് അമേരിക്കയുടെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ we would have created more jobs here. അതേപോലെ തന്നെ ഓട്ടോ ഇൻഡസ്ട്രിക്ക് പൈസ കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞു ഓൾമോസ്റ്റ് 50 miles per gallon ഞങ്ങൾക്ക് ഇതിന് കമ്മിറ്റ്മെന്റ് വേണം. എന്നാല് ഈ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ അൺഡു ചെയ്തിട്ട് ഈ ഓട്ടോ ഇൻഡസ്ട്രിക്ക് അവർക്ക് എന്ത് തോന്നിയാസം കാണിക്കാവുന്ന രീതിയിലേക്ക് അവരെ ഫ്രീ കൊടുത്തു. അപ്പൊ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന് റിട്ടേൺ അവരോട് ചോദിച്ചിട്ടാണ്. 1 പൈസ പോലും നഷ്ടപ്പെടാതെ, അമേരിക്കൻ ട്രഷറിക്ക് 1 പൈസ പോലും നഷ്ടപ്പെടാതെ കൊടുത്തതിനേക്കാൾ കൂടുതൽ പലിശയോട് കൂടി തിരിച്ചു കൊടുത്തിട്ടാണ് ഓരോന്നിനെ പിടിച്ചു നിർത്തിയത്. എണ്ണി പറയുകയാണ് ചെറിയാൻ ജേക്കബ്. ഒരു സാമ്പത്തിക ശാസ്ത്ര വിശകലനം നടത്തി എന്തൊക്കെ കാര്യങ്ങളാണ് ബൈഡൻ ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ ഇതേ ബൈഡനെ കുറിച്ച് തന്നെ നിരവധി വിമർശനങ്ങളും വരുന്ന സമയമാണ്, പ്രത്യേകിച്ച് ഈ അഫ്ഗാൻ പോളിസിയിലൊക്കെ നമ്മൾ ഇന്നും മറന്നിട്ടില്ല പല കാര്യങ്ങളും. ചെറിയാൻ ജേക്കബ് ബൈഡൻ ചെയ്തതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ചെറിയാൻ ജേക്കബ് കെന്നഡിയുടെ കാര്യം ഒബാമയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. ബൈഡൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ചെറിയാൻ ജേക്കബിനും അറിയാം, ചെറിയാൻ ജേക്കബിന്റെ കൂടെ വാദിക്കുന്ന എല്ലാ ഡെമോക്രാറ്റുകൾക്കും അറിയാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് ഇല്ല. അമേരിക്കയെ ഇപ്പൊ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അമേരിക്കൻ എക്സെപ്റ്റലിസവും അമേരിക്കൻ ആ ഡ്രീമും ആ സ്വപ്നം. ഞങ്ങളൊന്നും ഇവിടെ ഇൻഷുറൻസ് മേടിക്കാൻ വേണ്ടി വന്നവരല്ല, ഞങ്ങളുടെ ഒന്ന് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ചെറിയാൻ തോന്നുന്നുണ്ടാവും ഇൻഷുറൻസ് മേടിക്കാനും ഫുഡ് സ്റ്റാമ്പ് മേടിക്കാനും കോവിഡ് കിറ്റ് മേടിക്കാനോ വന്നിരുന്നു. കോവിഡ് കിറ്റിന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പിണറായി വിജയന്റെ കേരളത്തിൽ താമസിച്ചാൽ മതിയായിരുന്നു. ഞങ്ങളൊന്ന് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ആ ഓപ്പർച്യൂണിറ്റി ഇല്ലാതാക്കുന്ന ഒരു സിസ്റ്റത്തിനെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് റിപ്പബ്ലിക്കൻ ആണെങ്കിലും ഡെമോക്രാറ്റ് ആണെങ്കിലും. അത് വാറിന് പോകാനായിട്ട് ബുഷ് ട്രൈ ചെയ്താലും അനാവശ്യമായ വാറുകൾക്ക് ബൈഡൻ ട്രൈ ചെയ്താലും വി വിൽ ബി അഗൈൻസ്റ്റ് ഇറ്റ്. ബൈഡൻ അഫ്ഗാനിസ്ഥാനിൽ പോകുന്നതിനെ വ്യക്തമായിട്ട് എതിർക്കുന്ന ഒരാളല്ല ഞാൻ. അത് നല്ലൊരു പോളിസിയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോകുന്നിരിക്കണം. നമുക്ക് ലോകം മുഴുവൻ പോലീസുകാരായിട്ട് നടക്കാൻ പറ്റില്ല. പക്ഷേ പുള്ളി എങ്ങനെ പോകുന്നു? $85 billion വർത്തിന്റെ മിലിറ്ററി എക്യുപ്മെന്റ് അവിടെ ടെററിസ്റ്റ് ഇട്ടുകൊടുത്തിട്ടാണ് പോകുന്നത്. യൂണിഫോം ഇല്ലാണ്ടിരുന്ന ടെററിസ്റ്റ് ഒസാമ ബിൻ ലാഡന്റെയും
അവരുടെ എല്ലാം സപ്പോർട്ടേഴ്സ് ആയിരുന്ന ആൾക്കാര് ഇപ്പൊ അമേരിക്കൻ ആൾക്കാർ കൊടുത്ത കിറ്റൊക്കെ ഇട്ട് അടിപൊളി യൂണിഫോം ഒക്കെ ഇട്ട് അടിപൊളി വണ്ടികളായി ഇപ്പൊ നടക്കുന്നത് ബൈഡൻ വന്നതാണ് ഈ $85 ബില്യൺ എക്യുപ്മെന്റ്. ഇതൊക്കെ നാണക്കേടാണ്. എങ്ങനെയാണ് അവിടെ നിന്ന് കയറി പോകുന്നതെന്ന് അറിയാം. അവിടെ നിന്ന് കയറി വന്ന ആൾക്കാർ അമേരിക്കയിൽ വന്ന റെഫ്യൂജീസ് ആ പ്ലെയിനിൽ പിടിച്ചു കയറി വന്നവര് ഇവിടുത്തെ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്നു. പലതിനും ISI കണക്ഷൻ. ഇതൊക്കെ എന്തോന്നാണ് ചെറിയാൻ ഇതൊക്കെ. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ പോലത്തെ ആൾക്ക് എങ്ങനെ പറ്റുന്നു? നാണമില്ലേ? ഐ എം ടെലിംഗ് യു, സീരിയസ്ലി ഐ എം ടെലിംഗ് യു, നിങ്ങൾ ഒരു വർഷം ഇതിനെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ ശരിക്കും തലയിൽ തോർത്തിട്ട് നടക്കേണ്ടി വരും അമേരിക്കൻ മലയാളികളുടെ കൂടി. ഇത് നമുക്ക് പാനലിലുള്ള രണ്ടാമത്തെ ചെറിയാനോട് ചോദിക്കാം. വിശാൽ ചെറിയാനുണ്ട്. വിശാൽ ചെറിയാൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ അഫ്ഗാൻ പോളിസി ആ സമയത്ത് ഈ വിൻസെന്റ് പറഞ്ഞതുപോലെ തന്നെ അന്ന് ഈ വിമാനത്തിൽ തൂങ്ങിക്കിടന്ന് വന്ന ആ റെഫ്യൂജീസ്, അതുപോലെ തന്നെ അഫ്ഗാന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, താലിബാൻ ഭരണകൂടം വന്ന ശേഷം ഏറ്റവും അധികം തൊഴിൽ നഷ്ടം ഉണ്ടായിരിക്കുന്നു. അഫ്ഗാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുന്നു. അവിടുത്തെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ഇതൊക്കെ ഒരു വശത്ത്. മറ്റൊന്ന് ഈ ബൈഡന്റെ കോവിഡ് മാനേജ്മെന്റ്, അത് 0% ആണ് കോവിഡ് മാനേജ്മെന്റ്, അത് തികച്ചും പരാജയമാണെന്നൊരു വാദം. മറ്റൊന്ന് ഈ മെക്സിക്കൻ അഭയാർത്ഥികളെ അവരുടെ കേസിൽ ഒരു തീരുമാനവുമായിട്ടില്ല. ഇങ്ങനെ നിരവധി വിമർശനങ്ങളാണ്. ഒരു പാസീവ് പ്രസിഡന്റ് എന്നൊരു വിമർശനമാണ് പൊതുവെ വരുന്നത്. താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? അത് രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് സൈഡ് ആൾക്കാരും ഫ്രം റിപ്പബ്ലിക്കൻ സൈഡ് ഒത്തിരി വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ആദ്യം തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈക്ക് ഇവർ പല കാര്യങ്ങളും മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പം ചോദിച്ചതുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ കാര്യം, ഇറ്റ് വാസ് എ നെവർ എൻഡിങ് വാർ. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രസിഡന്റ് ഇത് നിർത്താൻ സാധിച്ചത്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്തതിന് വിൻസെന്റ് പാലത്തിങ്കലെ നന്ദി. $2.3 ട്രില്യൺ ആണ് ഇതുവരെ അതിന്റെ ചെലവ്. അതിനേക്കാൾ ഉപരി വിൻസെന്റ് പാലത്തിങ്കലെ പോലെയുള്ള ആൾക്കാർക്ക് ഈ അവിടെ പോയ എക്യുപ്മെന്റിന്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. അതേസമയം ജീവഹാനി, എത്ര US പട്ടാളക്കാരാണ് അവിടെ കൊലപ്പെട്ടത്? എത്ര പേർക്കാണ് ജീവഹാനി ഉണ്ടായത്? അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അമേരിക്കയുടെ എക്കണോമി തകരുന്നതൊന്നും അതിന് പ്രശ്നമില്ല. നെവർ എൻഡിങ് വാർ, ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ക്യാൻ ഗോ ഓൺ ലൈക്ക് ദിസ്. ദാറ്റ് ഇസ് ലൈക്ക് ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് ഈ റിപ്പബ്ലിക്കൻസ് ഇങ്ങനെ രാജ്യദ്രോഹപരമായി ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ് വാസ് എ നെവർ എൻഡിങ് വാർ ആൻഡ് Biden stopped it thanks to Biden. Also, ഈ കോവിഡിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞു. കോവിഡിന്റെ കാര്യത്തിൽ just take that example of like ഈ സമീപകാലത്ത് ആക്ച്വലി ഇത്രത്തോളം വളരെ കാര്യക്ഷമമായി ഒരു ഭരണാധികാരി ബൈഡനെ പോലെ വേറെ ആളും ഇതുവരെ വന്നിട്ടില്ല. കാരണം കോവിഡ് എന്ന് പറയുന്നത് ഒരു അൺപ്രസിഡന്റഡ് ക്രൈസിസ് ആയിരുന്നു. ഇവിടെ 200 ദശലക്ഷം, അതായത് 200 മില്യൺ ആൾക്കാരെയാണ് ഫുള്ളി വാക്സിനേറ്റഡ് ആക്കിയിരിക്കുന്നത്. അതൊരു വലിയ ക്രെഡിറ്റ് തന്നെയാണ്. Nobody is giving the credit to Biden. He is not celebrating it. We have a lot of things to do actually. വാക്സിനേഷന്റെ കണക്കുകൾ പറയുമ്പോൾ പോലും 4,44,590 മരണങ്ങളാണ് ബൈഡന്റെ കാലത്തുണ്ടായതെന്ന് കണക്കുകൾ പറയുന്നു. ട്രംപിന്റെ കാലത്തായിരുന്നെങ്കിൽ 4,30,000 മുകളിലാണ് ആ കണക്കുകൾ. നമ്പർ ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. അതേപോലെ തന്നെ ആശുപത്രികളിൽ എത്തിക്കുന്നവരുടെ എണ്ണം കൂടുന്നു, പല ആശുപത്രികളും നിറഞ്ഞു കവിയുന്നു. ഇതുപോലെയുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. കറക്റ്റായ കാര്യമാണ് ആയിരിക്കാം, പക്ഷെങ്കിൽ സോഴ്സുകൾ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ കറക്റ്റ് സോഴ്സ്, ലൈക്ക് where you getting all this news, but the thing is like there are multiple sources are like reporting different things. പക്ഷെങ്കിൽ വാസ്തവമായ കാര്യം ലൈക്ക് നമ്മൾ എടുക്കേണ്ട കാര്യം 75% ആൾക്കാരും ഇപ്പം ഫുള്ളി വാക്സിനേറ്റഡ് ആയി. അതുകൊണ്ട് തന്നെ മരണസംഖ്യ കുറഞ്ഞിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഈ മരണസംഖ്യ ഇത്രയും കൂടാൻ കാരണം ഇത് ആക്ച്വലി ഒരു മിസ്മാനേജ്മെന്റ് ആയ ഒരു അഡ്മിനിസ്ട്രേഷനിൽ നിന്നുമാണ് ബൈഡൻ ഇത് ഏറ്റെടുത്തത്. ഇത് ആ സമയത്ത് യാതൊരു വിധമായ വാക്സിനേഷന്റെ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ലായിരുന്നു. മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും തകർച്ചയിലായിരുന്നു. സാമ്പത്തിക കാര്യങ്ങളായാലും തൊഴിലില്ലായ്മയായാലും എല്ലാ കാര്യങ്ങളും തകർച്ചയിലായിരുന്നു. 18 മില്യൺ ആൾക്കാർ ആ സമയത്ത് തൊഴിലില്ലായ്മ വേതനം എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ഇപ്പൊ നോക്കിയാൽ ഏകദേശം 4 മില്യൺ ആൾക്കാരായി മാറിയിരിക്കുന്നു. അതൊക്കെ വലിയൊരു ക്രെഡിറ്റ് അല്ലേ? Biden is actually doing a lot of things. People are like forgetting it. Actually, I agree with that. Like Biden is very bad in messaging. ട്രംപിനെ പോലെ എല്ലാ ദിവസവും ലൈക്ക് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്ന പരിപാടി അദ്ദേഹത്തിനില്ല. ഏത് ഫോറിൻ ലീഡർ വന്നാലും ഉടനെ ഒരു പത്രസമ്മേളനം. There is no sit on interview, nothing. ട്രംപിനുണ്ടായിരുന്ന ഒരു വിമർശനമാണ് ഈ കാലാവസ്ഥാ മാറ്റങ്ങളെ പറ്റി അദ്ദേഹം ഒട്ടും വ്യാകുലനായിരുന്നില്ല. പക്ഷേ ജോ ബൈഡൻ ഇത്തവണത്തെ ക്ലൈമറ്റ് ചേഞ്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ അദ്ദേഹത്തിനുള്ള കൺസേൺ വ്യക്തമാക്കുകയും ലോകരാജ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് പറയുകയും വീണ്ടും പാരീസ് ഉടമ്പടിയുടെ ഭാഗമാകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഒരു കൺസേൺ ഇല്ലാത്ത വ്യക്തിയായിരുന്നു ട്രംപ് എന്നും അതേ കൺസേൺ ജോ ബൈഡൻ ഉണ്ട് ലോകത്തെക്കുറിച്ച് എന്നൊരു വിലയിരുത്തൽ വരുന്നു. താങ്കൾ അതിനെ എങ്ങനെ കമ്പയർ ചെയ്യുന്നു? Oh, that's a great question, Christina. What happened here, that Paris Treaty was
Trump withdrawn from that case was, every year, every country, every nation has a equal, responsibilities for their own contribution to the global warming. US is paying the great large amount of payments for this one. You know what? Trump ഈ ഒരു പ്രസിഡന്റ് ആയി വരുന്നതിന് മുമ്പായിട്ട് ഒബാമയുടെ ആ ഒരു സമയത്ത് economy was very, very, very poor. Our Sametha, 400 million or something, I don't remember that exactly what was the number, $400 million. He didn't want to give that to the world community for this global warming. What he have done that money, he used that money for the American people. The first year, second year, third year, then he said, we are not against the global warming. We are going to contribute that money back to the global warming. However, പക്ഷേ ഗോഡ് ഈസ് ഓൺ ട്രംപിന്റെ സൈഡിലാണെന്നുള്ളതിന് ഏറ്റവും വലിയൊരു എവിഡൻസ് ആണ് ഈ കോവിഡ് മഹാമാരി വരുന്നതോടുകൂടി ദ വേൾഡ് ഈസ് എ മച്ച് ബെറ്റർ പ്ലേസ്. ഇന്നിപ്പം ഏതൊരു റിവർ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പാർക്ക് ആണെങ്കിലും യു ഡോണ്ട് സീ എനി ഗാർബേജ് ഔട്ട്സൈഡ് ബിക്കോസ് ദ പീപ്പിൾ ആർ നോട്ട് പുട്ടിംഗ് ദ പ്ലാസ്റ്റിക് ഔട്ട്സൈഡ്. ബട്ട് ഹിയർ Trump is not really against the global warming. He was a great supporter of this global environmental reason. But here, Cherian, Jacob and Cherian Vishal, thank you for giving credit for the vaccine. About 8 to 9 months, Trump brought up this vaccine. Thank you, guys. And I asked them very particular questions about what these guys has done it. They have no answer. You have to talk based on facts and merits. Here, Innalate, as of yesterday, January 19th, 2022, marichada 2,990 people on it. Almost 10 more, it's going to be 3,000. Whereas January 18, Trump president ആയിരുന്ന സമയത്ത് January 18, 2021 മരിച്ചത് 1,441 ആണ്. This is totally an utter failure of handling this COVID protocol. COVID issues handle ചെയ്യാൻ totally a failure ആണ്. Here, Kamala Harris പറയുന്നത് വാക്സിൻ എടുത്ത ആൾക്കാർ പോലും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തിനു വാക്സിൻ എടുക്കണമെന്ന്. നേരെ മറിച്ച് ബൈഡൻ പറയുന്നത് we have to make vaccine and we have to make this vaccine as a mandatory. They are not on the same page. They are playing with it. But here, Vishal Cherian said, what's wrong with withdrawing the troops from Afghanistan? Nothing wrong with that. How could you wasted or given our $85 trillion of equipments to the other country, to the terrorists? Why did they brought 200,000 men from Afghanistan to this land without any females, And what are they going to do? They raped several American girls over here. How do you, and these guys are going to multiply. I'm not against people, but I'm talking about based on facts. These people destroyed America. And these guys, why did they bring to this country instead of why don't they create an independent world somewhere, put them over there and safeguard them? Here, these are the facts. Somebody have to have a thought process. This president does not have that. But here, what Cherian was Vishal was talking about, they have done a better economy. What are you talking about? Talk about realistic matters. Before the COVID, Trump has the greatest economy than even Reagan ഉണ്ടായിരുന്നതിനേക്കാളും better economy ആയിരുന്നു. 145 years better employment opportunities are Trump create ചെയ്തത്. That kind of situation, COVID had a huge role in, toppling the government. That's for sure. If COVID was not there, the America would be great again. Now, 2024, wait and see. America will be great again. Our fearless, bold President Trump will be having a slam dunk. He is going to lead this country with integrity and excellence. നിങ്ങൾ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അതുപോലെ കണക്കുകൾ നിരത്തി പറയണമെന്നാണ് ടോം പറയുന്നത്. തീർച്ചയായിട്ടും കണക്ക് നിരത്തി പറയാൻ തന്നെയാണ് എനിക്കും ആഗ്രഹമുള്ളത്. പക്ഷെ നമുക്ക് ടൈം കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അതിന്റെ ബുദ്ധിമുട്ടുള്ളത്. ഇപ്പൊ പറയാം. ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്നാണ്, ഇപ്പോൾ ഈ 2000 ചില്ലുവാൻ ആളുകൾ മരിച്ചു എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ട്രൂ. But every, CDC director പറഞ്ഞു, every death today happening could have been prevented. So that means what? As a responsible person for the country, you should take your precaution. That means you need to take vaccination. Yes, President Trump did an extraordinary job in getting this done in such a short time. I'm giving him credit. Thank you. I'm giving him credit because he was bold in doing that.
But then what you guys did, the Republicans and some of these, so-called Protestant Christians, they created all this nonsense about the vaccine, saying that it is 666, you should not take this vaccination, and people are not taking vaccination. So they are ignoring even the God has given you this vaccine through your President Trump, but you ignored the fact of using it. അപ്പൊ നോഹ പെട്ടകം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിൽ കയറാൻ മറന്നുപോയ പൊട്ടന്മാരെ പോലെയാണ് ഇന്ന് മരിക്കുന്നവരെന്ന് ഞാൻ പറയും. പ്രസിഡന്റ് ട്രംപ് ഹിംസെൽഫ്, ഹി വാസ് ലയബിൾ. അദ്ദേഹം അന്ന് ജോ ബൈഡനുമായിട്ടുള്ള മീറ്റിങ്ങിന് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചു. അത് മറച്ചു വെച്ചിട്ട് ഈ പ്രസിഡന്റ് ആകാനായിട്ട് മത്സരിക്കുന്ന ജോ ബൈഡനെ ഇൻഫെക്ട് ചെയ്യാന്നും കൂടെ ഉള്ള രീതിയിലാണ് അയാൾ അതിന് വന്നത്. ഇതെന്തുകൊണ്ട് പറയാനായിട്ട്, എനിക്ക് കോവിഡ് ഉണ്ടെന്ന് പറയാൻ എന്താണ് ഇയാൾക്ക് ധൈര്യക്കുറവുള്ളത്? അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോഴും ഒരു ഡ്രീം വേൾഡ് ജീവിക്കുകയാണ്. ട്രംപ് ക്രിയേറ്റ് ചെയ്ത ഡ്രീം, ദാറ്റ് ഈസ് നോട്ട് എ ഡ്രീം ഓഫ് അമേരിക്ക. അമേരിക്കൻ ഡ്രീം ഈസ് വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. സോ ഇവിടെ നമ്മളിപ്പോ കാണേണ്ടത്, ഇവിടെ ബൈഡന്റെ പരാജയങ്ങൾ നിങ്ങൾക്ക് പലതും പറയാം. ബൈഡൻ എല്ലാം പെർഫെക്റ്റ് ആക്കുമെന്നും പറഞ്ഞ് വന്നിട്ടില്ല. He will make mistake, but the thing is, he listen to the people. He look at what the science is saying. അപ്പൊ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ മരണങ്ങൾ ഉണ്ടായതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തെ ലീഡേഴ്സ് ആണ്. എന്തായാലും മിൻസനോട് കൂടി ചോദിക്കാം. മിൻസൻ, മറ്റു കാര്യങ്ങളും ഉണ്ടല്ലോ, നമ്മുടെ ഈ മെക്സിക്കൻ അഭയാർത്ഥി പ്രശ്നമൊക്കെ ഒരുപാട് വിഷയങ്ങളായതാണ് തെരഞ്ഞെടുപ്പ് സമയത്ത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ബൈഡൻ എന്ത് ചെയ്യാൻ സാധിച്ചു നമ്മൾ ട്രംപിന്റെ ഭരണകൂടവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ട്രംപ് ചെയ്ത നല്ല കാര്യങ്ങൾ, ട്രംപ് വാള് പണിതുകൊണ്ടിരുന്ന വാള് ബൈഡൻ വന്ന് അന്ന് തന്നെ ബൈഡൻ നിർത്തിവെച്ചു. അതിനുശേഷം വിതിൻ ദ ലാസ്റ്റ് 1 year 100,000 കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് വിത്ത് കോവിഡ്, വിത്തൗട്ട് മാസ്ക്, വിത്തൗട്ട് എനി പ്രൊട്ടക്ഷൻ, they came into this country. 1 million illegal immigrants. That is Biden's contribution. ട്രംപിന്റെ സ്റ്റേ ഇൻ മെക്സിക്കോ പോളിസി വന്ന ദിവസം തന്നെ ബൈഡൻ എടുത്തു മാറ്റി. ഇപ്പൊ വീണ്ടും അത് തിരിച്ചു കൊണ്ടുവരുന്നു, സ്റ്റേ ഇൻ മെക്സിക്കോ പോളിസി. നമ്മളിത് ഈഗോയുടെ പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഒരു ഭരണകർത്താവ് ഒരു രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ അതെടുത്ത് മാറ്റി പോയിന്റ് തെളിയിക്കാനാണ് ബൈഡൻ ശ്രമിച്ചത്. അതെല്ലാം തിരിച്ചു കൊണ്ടുവരുവാണ്. ഇപ്പൊ ഇല്ലീഗൽ ഇമിഗ്രേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് കൂടുകയാണ്. നമ്മളിപ്പം എന്ത് കാര്യം പറഞ്ഞാലും യു ഹാവ് ടു ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ്. ദിസ് ഇസ് നോട്ട് എ ഗ്ലോബലിസം വി ആർ ടോക്കിംഗ് അബൌട്ട്. ഐ ആം ടോക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് അമേരിക്ക. ഐ ആം ടോക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് അമേരിക്ക. What is good for this country is what my preference is. Yes, I came from India. Of course, I would like to see good things happening in India. But whatever American president do should be for the best of the American people. അതാണ് ട്രംപ് ചെയ്യാൻ ശ്രമിച്ചത്. അതാണ് ബൈഡൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത്. ബൈഡൻ ഈസ് ജസ്റ്റ് എ ഡമ്മി ഫിഗർ. ഈ ഗ്ലോബലിസ്റ്റ് അജണ്ട നടപ്പാക്കുന്ന ആൾക്കാർക്ക് ആത്മാഭിമാനമില്ലാതെ ഒരു എന്തിനും സൈൻ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ബൈഡൻ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വളിഞ്ഞ തമാശ പറയും, അല്ലെങ്കിൽ ഒരു വളിഞ്ഞ് ചിരിയിരിക്കും. ദാറ്റ്സ് ഓൾ ഹി ഡസ്. അപ്പോ അതിനെയൊന്നും താങ്ങാൻ നിൽക്കാതെ, നിങ്ങൾ നല്ലൊരു ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ടായിരുന്നു, ഞാനൊക്കെ പണ്ട് വോട്ട് ചെയ്തൊരു ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ടായിരുന്നു, അങ്ങോട്ട് ഈ പാർട്ടിനെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വമാണ് ചെറിയാനും വിശാലിനെ പോലുള്ള ചെറുപ്പക്കാർക്കൊക്കെ ഉള്ളത്. അല്ലാതെ ഈ ബൈഡനെ പോലത്തെ ഒരു വ്യക്തിനെ, ഒരു പേഴ്സണാലിറ്റി ഇല്ലാത്തൊരു വ്യക്തിനെ താങ്ങുക. ഈ ബോർഡർ സിറ്റുവേഷൻ നിങ്ങൾ ചോദിച്ച ബോർഡർ സിറ്റുവേഷൻ, ഇറ്റ്സ് എ വെരി ഗ്രേവ് സിറ്റുവേഷൻ. ബൈഡൻ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് രാത്രിയില് ഈ ഡെമോക്രാറ്റിക് പാർട്ടി പഴയ ഡെമോക്രാറ്റിക് പാർട്ടി അല്ല എന്നാണ് ഇപ്പോൾ വിൻസൻ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളും അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടായിരുന്നു, അങ്ങയോടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് രണ്ടുപേരും ഒത്തിരിയും കാര്യങ്ങൾ ആരോപിച്ചു. ഇതിനകത്ത് യാതൊരു എഗെയിൻ ഞാൻ പറയുന്ന ഒരു വാസ്തവമില്ല. എനിക്കറിയത്തില്ല ഇവരുടെ സോഴ്സുകൾ എന്താണെന്ന്. ഇറ്റ്സ് നോട്ട് ഫ്രം എനി റിലയബിൾ സോഴ്സ്. ഐ എം 100% ഷുവർ. വിൻസൻ ഇവിടെ പറഞ്ഞതുപോലെ രണ്ടുപേരും പാരീസ് അക്കോർഡിനെ പറ്റി പറഞ്ഞു. they didn't say clearly what exactly happened, why did he withdrawn from that. നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവർ ചൈനയും ഇന്ത്യയും പറ്റി റെഫർ ചെയ്ത്, എന്തുകൊണ്ട് ചൈനയും ഇന്ത്യയും അല്ല ഇത് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് ആക്ച്വലി അഫക്ടിങ് ദ വെസ്റ്റേൺ കൺട്രീസ്. ഓക്കെ, അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് അമേരിക്കയ്ക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇന്ത്യയും ചൈനയും ഈസ് വേൾഡ് ഫാക്ടറീസ് ആണ്. അവരെ നമ്മൾ ഈ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി അതായത് വെസ്റ്റേൺ കൺട്രീസ് ആണ് കൂടുതൽ ധനസഹായം ചെയ്യേണ്ടത്. നിങ്ങൾ മുമ്പേ പറഞ്ഞു, ഒരു വാസ്തവവിരുദ്ധമായ കാര്യം പറഞ്ഞു, ബാക്കി ആൾക്കാർ കൊടുക്കുന്നില്ലെന്ന്. ആക്ച്വലി അമേരിക്കക്കായാലും ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ആൾക്കാർ ജപ്പാനാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഫ്രാൻസ് ആണ്.
Ivarellam, like, they pledged billions of dollars and they're going to give it. But it's not like, ready, you're going to do it. Like, it's not like that. It doesn't work like that. India and China, like, the world factories, we have to reduce the carbon emission. And Biden, climate pact, Paris climate pact, rejoin each other. I think it is a great thing. You need to appreciate that. I don't know what exactly you are thinking about the climate change. The climate change is the biggest problem of the world is facing now. ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് അമേരിക്കയ്ക്കാണ്. Look at how many tornadoes are happening here now. The flooding happening here in America. What is the economic loss here? You are not thinking about that. You are just thinking it is just like an agreement. It's not like that. It doesn't work like that. There are a lot of things to do in that carbon emission thing. Actually, we have to move into the electric cars, electric vehicles. And Biden is doing that a lot of things because with the passing that infrastructure deal, you are forgetting that actually. How much money is been allotted. I will give you one by one. You asked me point by point, I will give you 110 billion for roads and bridges, 66 billion for railroads, 65 billion for the power grids. Isn't it not enough? 65 billion for the broadband, 55 billion for the water infrastructure, 50 plus billion for the cybersecurity and climate change, 39 billion for the public transit. I don't want to read everything. It's a 1.2 trillion deal. Actually, which president has done this kind of historic deal ever in the first year in the office? In 100 days, he passed this bill. No other president has done this kind of bill in the history. ബൈഡൻ എന്ന് പറയുന്ന വ്യക്തി ട്രംപിന്റെ തണൽ തേടി വാട്ട് എവർ ഹി ഹാവ് ഡൺ ഇറ്റ് ഹി ഈസ് എ സക്സസർ. ആ തണലിലൂടെ സഞ്ചരിച്ച് തണലിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. വേർ ആസ് ട്രംപ് ആയിരുന്നെങ്കിൽ ഈ തണൽ കൊടുക്കുന്നതായ ഒരു വൻ വൃക്ഷമാണ്. ദിസ് ഈസ് വാട്ട് ഹി ഹാവ് ഡൺ സോ ഫാർ. ആൻഡ് ഹോപ്പ്ഫുള്ളി 2024 Trump will come and he is going to have a slam dunk. Easily, he is going to clean up all this mess and he will make America great. Thank you so much. Okay, നമുക്ക് കാത്തിരുന്ന് കാണാം 2024 ബൈഡൻ പറഞ്ഞതുപോലെ ബൈഡനും കമലാ ഹാരിസുമാണോ അതോ വീണ്ടും ട്രംപ് ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു സോ മച്ച് വിൻസെന്റ്, താങ്ക് യു ടോം, താങ്ക് യു വിശാൽ ആൻഡ് താങ്ക് യു ചെറിയാൻ ജേക്കബ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് വണ്ടർഫുൾ ഡിസ്കഷൻ. താങ്ക് യു സോ മച്ച്. 25,000-ലധികം ദേശീയ ഗാർഡുകളുടെ അഭൂതപൂർവമായ സുരക്ഷാ കുടക്കീഴിലാണ് ചരിത്രപരമായ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. 127 വർഷം പഴക്കമുള്ള ഫാമിലി ബൈബിളിലാണ് ബൈഡൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് ജനാധിപത്യത്തിന്റെ ദിനമാണെന്ന് അധികാരമേറ്റ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ ജോ ബൈഡൻ പറയുകയും ചെയ്തു. ആ പെരുമ കാത്തു സൂക്ഷിക്കാനാകുമോ ജോ ബൈഡന്? കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.